അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ എത്ര തട്ടിയാലും തുറക്കാറില്ല. നമുക്ക് ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതുപോലെ തോന്നാം. ചില അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ അടഞ്ഞു കിടക്കുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ നാം പലപ്പോഴും ചിന്തിക്കും, ദൈവം എന്നെ മറന്നുപോയിട്ടാണോ? പക്ഷേ വാതിൽ അടഞ്ഞിരിക്കുന്നു എന്നത് ദൈവം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. നമ്മൾ തുറക്കാൻ ശ്രമിക്കുന്ന എല്ലാ വാതിലുകളും തുറക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോസ്തലനായ പത്രോസ് ഹെരോദാവിന്റെ ജയിലിലായിരുന്ന സമയം അവന്റെ കൈകളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ജയിലിന്റെ ഓരോ വാതിലിനും കാവൽ പടയാളികൾ ഉണ്ടായിരുന്നു. അവസാനം പുറത്തേക്കുള്ള വലിയൊരു ഇരുമ്പ് വാതിൽ. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ സഭ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ അവിടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്. പത്രോസ് ഓരോ ചുവടും മുന്നോട്ട് നടന്നു. അവസാനം അവർ ഇരുമ്പുവാതിൽക്കലെത്തി. ആരും അത് തള്ളിയില്ല, ആരും താക്കോൽ ഉപയോഗിച്ച് തുറന്നില്ല. ദൈവത്തിന്റെ സമയമായപ്പോൾ ആ വാതിൽ സ്വയമായി തുറന്നു. അതാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഏറ്റവും വലിയ അത്ഭുതം വാതിൽ തുറന്നതല്ല, വാതിൽ തുറക്കേണ്ട സമയം ദൈവം കൃത്യമായി അറിഞ്ഞിരുന്നു എന്നതാണ്. ദൈവം ആദ്യം ഇരുമ്പ് വാതിൽ തുറന്നില്ല, ആദ്യം പത്രോസിനെ വാതിലിന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു. കാരണം ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും, നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. നമ്മുടെ അനുസരണം അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ അത്ഭുതം ആരംഭിക്കുന്നത്. നാം പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഒരു വാതിൽ തുറന്നു തരണമേ. പക്ഷെ ദൈവം ചിലപ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു വാതിൽ അടയ്ക്കുകയാണ്. കാരണം എല്ലാ തുറന്ന വാതിലുകളും അനുഗ്രഹത്തിന്റെ വാതിലുകൾ ആയിരിക്കണമെന്നില്ല. ചില വാതിലുകൾ പാപത്തിലേക്കുള്ള വഴിയായിരിക്കാം, ചില ബന്ധങ്ങൾ ദൈവ വിളിയെ നശിപ്പിക്കുമായിരിക്കാം, ചില അവസരങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ദൈവം ചില വാതിലുകൾ അടയ്ക്കുമ്പോൾ അത് ശിക്ഷയാണെന്ന് കരുതണ്ട, അത് സംരക്ഷണമാണെന്ന് മനസ്സിലാക്കുക. അതിന് ഉദാഹരണങ്ങൾ ബൈബിളിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ പൗലോസിനെ ഏഷ്യയിൽ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല, ആ വാതിൽ അടഞ്ഞു കിടന്നിരുന്നു. പക്ഷെ പിന്നീട് മക്കദോനിയയുടെ വാതിൽ പൗലോസിന് വേണ്ടി തുറക്കുവാനിടയായി. അവിടെ നിന്നാണ് യൂറോപ്പിലേക്കുള്ള സുവിശേഷത്തിന്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത്. യോസെഫിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യോസെഫിന് മുമ്പിൽ വീട്ടിലേക്കുള്ള വാതിൽ അടഞ്ഞിരുന്നു. പക്ഷെ ഈജിപ്തിന്റെ കൊട്ടാര വാതിൽ അവന് വേണ്ടി തുറക്കപ്പെട്ടിരുന്നു. ചിലപ്പോൾ ദൈവം ഒരു വാതിൽ അടയ്ക്കുന്നത് നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കാനാണെന്ന് ഇന്ന് ഈ സമയം നിങ്ങൾ ഓർത്തുകൊള്ളുക. അവൻ മറ്റൊരു വാതിൽ തുറക്കുന്നത് നിങ്ങളുടെ വിളിയെ നിറവേറ്റുവാൻ വേണ്ടിയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നത് ഒരുപക്ഷെ ഒരു ജോലിയാകാം, ചിലപ്പോൾ വിസയാകാം, ചിലപ്പോൾ വിവാഹമാകാം, അല്ലെങ്കിൽ ശുശ്രൂഷയുടെ അവസരങ്ങളാകാം, അതുമല്ലെങ്കിൽ രോഗശാന്തിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളാകാം. അടഞ്ഞ വാതിലുകൾ കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്, ഭയപ്പെടരുത്. ദൈവമില്ല എന്ന് പറയരുത്. ദൈവമില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല, ഇതല്ല ഞാൻ ഒരുക്കിയത്, ഇതിലും മികച്ചതാണ് എന്ന് പറയുവാൻ ദൈവം തന്നെ സാഹചര്യം ഒരുക്കും. പത്രോസ് വാതിൽ തുറക്കാൻ ശ്രമിച്ചില്ല, അവൻ ദൈവത്തിന്റെ നടത്തിപ്പിൽ മുന്നോട്ട് നടന്നു. അവൻ നടക്കുന്നിടത്തോളം നടന്നു. തുറക്കേണ്ട സമയത്ത് ദൈവം വാതിൽ തുറന്നു. ഇന്നും അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദൈവത്തോടൊപ്പം നടക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തോടൊപ്പം ചലിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വാതിലുകൾക്ക് ഒരിക്കലും താക്കോൽ ആവശ്യമില്ല. അത് സ്വതമേ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഇന്ന് ഈ കേൾക്കുന്ന ദൈവവചനത്തിന് മുമ്പാകെ ഇപ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായി എല്ലാ വാതിലുകളും
ഇന്നു മുതൽ അടഞ്ഞു മാറട്ടെ. നിങ്ങളുടെ വിശുദ്ധിയെ കവർന്നെടുക്കുന്ന എല്ലാ വാതിലുകളും അടഞ്ഞു മാറട്ടെ. നിങ്ങളുടെ ആത്മീയ വളർച്ചയെ തടയുന്ന എല്ലാ വാതിലുകളും യേശുവിന്റെ നാമത്തിൽ അടഞ്ഞു മാറട്ടെ. ശത്രു തുറന്നിട്ടിരിക്കുന്ന നാശത്തിന്റെ വാതിലുകൾ ഇന്ന് അടഞ്ഞു മാറട്ടെ. മനുഷ്യർ അടച്ചിട്ടെങ്കിലും ദൈവം നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദൈവിക വാതിലുകൾ ഇപ്പോൾ അത് തുറന്നു വരട്ടെ. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ദൈവവിളി, നിങ്ങളുടെ ആത്മീയ വളർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട സ്വർഗത്തിന്റെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇനി നിങ്ങൾ മനുഷ്യർ തുറക്കുന്ന വാതിലുകൾ അന്വേഷിക്കുന്നവരായിട്ടല്ല, ദൈവം തുറക്കുന്ന വാതിലിലൂടെ നടക്കുന്നവരായി മാറട്ടെ. കർത്താവ് ഇന്ന് ഈ സമയം അരുളി ചെയ്യുന്നു, ഞാൻ തുറക്കുന്നതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല, ഞാൻ അടയ്ക്കുന്നതിനെ തുറക്കാൻ ആർക്കും കഴിയത്തുമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു തുറന്ന വാതിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സമയം ഈ കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ സ്വയമേ ഒരു വാതിൽ തുറന്ന് കയറത്തില്ല, ദൈവം തുറക്കാതെ ഒരു വാതിലിലൂടെ ഞാൻ പ്രവേശിക്കത്തില്ല എന്നൊരു തീരുമാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥിക്കാം. ഞങ്ങൾ തുറക്കാൻ ശ്രമിക്കുന്നതല്ല, ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്ന വാതിലുകളിലേക്ക് എന്നെ നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിന് അപകടമായ എല്ലാ വാതിലുകളും ഒന്ന് അടയ്ക്കണമേ. ദൈവത്തിന്റെ ഹിതത്തിനുള്ള എല്ലാ ദൈവിക വാതിലുകളും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തുറന്നു തരണമേ. നിന്റെ സമയത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയും വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.